പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഗ്രാമറിൽ രണ്ട് തരം വോയിസസ് ആണ് പ്രധാനമായി ഉള്ളത്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ഈ വീഡിയോയിൽ അതേക്കുറിച്ച് പരിശോധിക്കുകയാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ, വോയിസ് is a verb form that shows the relationship between the subject and object of a sentence. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒരു വാക്യത്തിൻ്റെ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ക്രിയാരൂപമാണ് വോയിസ്. ആദ്യം ആക്റ്റീവ് വോയിസ് നോക്കാം. ഇൻ ആക്റ്റീവ് വോയിസ് ദ സബ്ജക്റ്റ് ഈസ് ദ ഡൂവർ ഓഫ് ആക്ഷൻ. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റാണ് കർമ്മം ചെയ്യുന്നത്. ഷീ ബോട്ട് എ കാർ. ഷീ സബ്ജക്റ്റും കാർ ഒബ്ജക്റ്റും ആവുന്നു. ഇതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. The chef cooked the meal. The chef subject is doing the action cooked to the meal object. എന്നാൽ പാസീവ് വോയിസിൽ ആക്ഷൻ ഈസ് പെർഫോംഡ് ഓൺ ദ സബ്ജക്റ്റ്. The meal was cooked by the chef. The focus shift to the meal and the subject performing action, the chef, can be mentioned or omitted. Active voice is generally more direct and dynamic, often used in everyday speech and writing. ആക്റ്റീവ് വോയിസ് പൊതുവെ കൂടുതൽ നേരിട്ടുള്ളതും ചലനാത്മകവുമാണ്. ദൈനംദിന സംസാരത്തിലും എഴുത്തിലും ഉപയോഗിക്കാറുമുണ്ട്. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതി നോക്കി മനസ്സിലാക്കാം. ആക്റ്റീവ്, the teacher explains the lesson, and passive, the lesson is explained by the teacher. മറ്റൊരു ഉദാഹരണം നോക്കാം. ആക്റ്റീവ്, the team will complete the project by Friday. Passive, the project will be completed by the team by Friday. ഒരു ആക്റ്റീവ് സെൻറ്റൻസ് പാസീവിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1. ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ്, വേർബ് ആൻഡ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്നിവയെ തിരിച്ചറിയുക. 2. മൂവ് ദ ഒബ്ജക്റ്റ് ടു സബ്ജക്റ്റ് പൊസിഷൻ. ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. 3. യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ടു ബി. വേർബ് ടു ബിയുടെ ഉചിതമായ രൂപം ഉപയോഗിക്കുക. ആക്റ്റീവ് സെൻറ്റൻസിൻ്റെ ടെൻസിനെ നോക്കി അതിന് യോജിച്ച ടു ബിയുടെ ഫോം ഉപയോഗിക്കുക. ആം, ഈസ്, ആർ, വാസ്, വെർ, ബീങ്, ബീൻ എന്നിവയൊക്കെയാണ് ടു ബിയുടെ വിവിധ ഫോമുകൾ. 4. ചേഞ്ച് ദ മെയിൻ വെർബ് ടു ഇറ്റ്സ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. മെയിൻ വെർബിനെ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപത്തിലേക്ക് മാറ്റുക. 5. ആഡ് ദ ഒറിജിനൽ സബ്ജക്റ്റ് യൂസിങ് ബൈ. വാക്യത്തിൻ്റെ അവസാനം ബൈ ഉപയോഗിച്ച് യഥാർത്ഥ സബ്ജക്റ്റിനെ ചേർക്കുക. പാസീവ് വോയിസിൻ്റെ സ്ട്രക്ചർ ഇപ്രകാരമാണ്. ഒബ്ജക്റ്റ് പ്ലസ് വേർബ് ടു ബിയുടെ സ്യൂട്ടബിൾ ഫോം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ബൈ ഏജൻറ്റ്. അപ്പോൾ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ എന്നത് ദ ലെസൺ സബ്ജക്റ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് വേർബ് ബൈ ദ ടീച്ചർ ഏജൻറ്റ് എന്നാകുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആക്റ്റീവ് സെൻറ്റൻസിലെ വേർബ് ടെൻസും അനുബന്ധ പാസീവ് സെൻറ്റൻസിലെ വേർബ് ടെൻസും പൊരുത്തപ്പെടണം. ആക്ഷൻ അതേപടി തുടരുന്നു, പക്ഷേ വാക്യത്തിൻ്റെ ഘടന മാറുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി വേർബ് ടെൻസിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ആക്റ്റീവ്, ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഇത് പ്രസൻറ്റ് സിമ്പിളാണ്. ഇതിൻ്റെ പാസീവ്, എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹെയർ. അടുത്തത് ആക്റ്റീവ്, ദേ ക്ലീൻ ദ ഹൗസ്. ഇത് പാസ്റ്റ് സിമ്പിളാണ്. ഇതിൻ്റെ പാസീവ്, ദ ഹൗസ് ഹാസ് ക്ലീൻഡ് ബൈ ദം. അടുത്തത് ആക്റ്റീവ്, ഹി വിൽ പെയിൻറ്റ് ദ വാൾ. ഇത് ഫ്യൂച്ചർ സിമ്പിളാണ്. ഇതിൻ്റെ പാസീവ്, ദ വാൾ വിൽ ബി പെയിൻറ്റഡ് ബൈ ഹിം. അടുത്ത് ആക്റ്റീവ്, ദേ ആർ ബിൽഡിംഗ് ദ ബ്രിഡ്ജ്. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പാസീവ്, ദ ബ്രിഡ്ജ് ഈസ് ബീങ് ബിൽറ്റ് ബൈ ദം.
അടുത്ത് ആക്റ്റീവ്. someone has repaired the car. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ പാസീവ് the car has been repaired by someone. പാസീവ് വോയിസിൽ ബൈ ഏജൻറ്റ് റെഫർ ചെയ്യുന്നത് ഡൂർ ഓഫ് ദ ആക്ഷനെയാണ്. ദ ബൈ ഏജൻറ്റ് ഓപ്ഷണലാണ്. എക്സാമ്പിൾ, വിത്തൗട്ട് ബൈ ഏജൻറ്റ് ദ വിൻഡോ വാസ് ബ്രോക്കൺ. ഇനി പാസീവ് വോയിസിൽ നിന്ന് ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റിയാലോ. പാസീവ്, ദ ബുക്ക് വാസ് റെഡ് ബൈ മേരി. അതിൻ്റെ ആക്റ്റീവ്, മേരി റീഡ് ദ ബുക്ക്. മറ്റൊരുദാഹരണം, പാസീവ്, ദ റിപ്പോർട്ട് ഹാസ് ബീൻ റിട്ടൺ ബൈ മാനേജർ. അതിൻ്റെ ആക്റ്റീവ്, ദ മാനേജർ ഹാസ് റിട്ടൺ ദ റിപ്പോർട്ട്. നിങ്ങൾക്ക് വോയിസിനെ പറ്റിയും അത് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.